പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ. ഇന്ന് 2025 ജൂൺ മാസം 13-ാം തീയതി വെള്ളിയാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രതികൂലങ്ങളും അപകടങ്ങളും അനർത്ഥങ്ങളും പതിയിരിക്കുന്ന ഈ ലോകത്തിൽ ഓരോ ദിനവും നമ്മെ ഏവരെയും അതിശയകരമായി കാത്തുപരിപാലിക്കുന്ന സർവ കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആവർത്തന പുസ്തകം 29-ാം അധ്യായം 28-ാം വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 29 വേഴ്സ് 28 നാം ഇപ്രകാരം വായിക്കുന്നു: മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും ഇന്നത്തെ ആത്മീയ ലോകത്തിന് വളരെ പ്രാധാന്യമേറിയുമായ ഒരു വചനമാണ് ഇന്ന് ജീവജലത്തിൽ കൂടി വാഗ്ദത്ത വചനമായി നമുക്ക് ലഭിച്ചത്. ഇസ്രായേൽ ജനത്തെയെല്ലാം മോശ വിളിച്ചുകൂട്ടി അവരോട് പറയുകയാണ്: നിങ്ങൾ ഇന്ന് ഈ നിലയിൽ വരത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തം പാലിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നിനും ഒരു കുറവ് വരാതെ, ഒരു ബുദ്ധിമുട്ട് വരാതെ, ഒരു പ്രയാസം വരാതെ, മിസ്രൈമ്യരുടെ കയ്യിൽ വീണ്ടും ഏൽപ്പിക്കാതെ തമ്പുരാൻ നിങ്ങളെ നടത്തിയത്. ഈ കഴിഞ്ഞ 40 വർഷക്കാലം എത്ര അതിശയകരമായി നിങ്ങളുടെ വസ്ത്രം ജീർണിക്കുകയോ മറ്റ് ബുദ്ധിമുട്ടുകൾ നേരിടുകയോ ചെയ്യാതെ പരിപാലിച്ചു. അതുകൊണ്ട് ഇത് നിങ്ങളുടെ മിടുക്കോ കഴിവോ അല്ല, ദൈവത്തിന്റെ വലിയ കരുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ദൈവത്തെ വിട്ട്, ഈ ദൈവിക വചനങ്ങളെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നിങ്ങൾക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ന്യായപ്രമാണം അതുപോലെ അനുസരിക്കണം. അത് അനുസരിച്ചില്ല എങ്കിൽ നിശ്ചയമായും നമ്മുടെ മുമ്പിൽ സോദോമും ഗൊമോറയും മറ്റു പലയിടങ്ങളിലും തീക്കുണ്ടങ്ങളായി പോയതുപോലെ നമുക്കും അത് സംഭവിക്കും. മാത്രമല്ല, വളരെ പ്രതികൂലങ്ങൾ ഏറി വരും. അതുകൊണ്ട് നാമും നമുക്ക് ശേഷം നമ്മുടെ മക്കളും ഈ വചനം പ്രമാണിക്കണം. അന്യ ദൈവങ്ങളെ നമസ്കരിക്കരുത്. ഈ വചനത്തെ പരിപൂർണമായി അനുസരിച്ച് മുൻപോട്ട് പോയാൽ നിശ്ചയമായും അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ അവരെ വളരെ വ്യക്തമായി ഉപദേശിച്ച് ദൈവവചനത്തിന്റെ ന്യായപ്രമാണത്തിന്റെ പ്രാധാന്യവും ഏക സത്യ ദൈവമായ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നിഷ്കർഷിച്ചും പറഞ്ഞിട്ട് ഈ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമായ 28-ാം വാക്യത്തിൽ പറയുകയാണ്: ഇപ്പോൾ വെളിപ്പെടാതെ ഉള്ളത് ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വെളിപ്പെടാത്ത കാര്യങ്ങളുടെ പുറകിൽ ഓടി സമയം കളയണ്ട. എന്നാൽ നമുക്ക് അനേക കാര്യം വെളിപ്പെട്ടിട്ടുണ്ട്. അത് നമുക്കും നമ്മുടെ മക്കൾക്കും തലമുറയ്ക്കും ഉള്ളതാണ്. അതിനെ ഇന്നത്തെ ആത്മീയ ഭാഷയിൽ നമുക്ക് അല്പം കൂടെ ലഘൂകരിച്ചു പറഞ്ഞാൽ, ദൈവവചനത്തിൽ കൂടെ
ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള സകലവും നാം പാലിക്കുക, നാം അനുസരിക്കുക, നാം അത് ചോദ്യം ചെയ്യാതെ പിൻപറ്റുക. ഇനിയും വെളിപ്പെടുവാനുള്ളത് ചോദ്യം ചെയ്തും സംശയിച്ചും മുട്ടാപ്പോക്ക് പറഞ്ഞും അതിനെതിരെ പുതിയ പുതിയ ചോദ്യ ശരങ്ങൾ ഉയർത്തി പുതിയ തിയോളജി കണ്ടുപിടിച്ച് നടക്കണ്ട. ഇന്നത്തെ കുഴപ്പം അവിടെയല്ലേ? വെളിപ്പാട് തേടി മനുഷ്യൻ ഓടുകയാണ്. അതുകൊണ്ട് വെളിപ്പാടുകാരുടെ ബിസിനസ് വർദ്ധിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും വെളിപ്പാട് തേടി ദൈവദാസന്മാരെയോ ആത്മീയ മന്ത്രവാദികളെയോ ഏതെങ്കിലും വെളിച്ചപ്പാടന്മാരെയോ എവിടെയെങ്കിലും പലയിടങ്ങളിലായി നടക്കുന്ന പുതിയ പുതിയ ആൾ ദൈവങ്ങളെയോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഓടുന്നവരുണ്ടെങ്കിൽ സഹോദര നിർത്ത. വളരെ വ്യക്തമായി ഇന്നത്തെ വാക്യം നമ്മളോട് സംസാരിക്കുകയാണ്. വെളിപ്പെട്ടവ ആദ്യം അനുസരിക്ക്, അത് പാലിക്ക്, അത് പിൻപറ്റ്. വെളിപ്പെടാനുള്ളത് ദൈവത്തിന്റെ പക്കലുള്ളതാ, അത് ദൈവത്തിനുള്ളതാ. ദൈവം വേണ്ട സമയത്ത് വെളിപ്പെടുത്തിക്കൊള്ളും. അതുകൊണ്ട് ദൈവത്തിനുള്ളതും ദൈവം വെളിപ്പെടുത്താനുള്ളതും നോക്കി ഞാനും നിങ്ങളും ഓടി നടന്ന് മുഷിയണ്ട. അവസാനം നമ്മുടെ ആത്മീയ ജീവിതവും പോകും, കുടുംബജീവിതവും പോകും, പ്രാർത്ഥനാ ജീവിതവും പോകും, സഭാ ജീവിതവും പോകും. അതിലുപരിയായി നമ്മുടെ ഭൗതിക ജീവിതവും സാമ്പത്തിക നിലവാരവും തകർന്നു പോകും. ഇതാണ് ഇന്ന് ആഗോള ക്രൈസ്തവരുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള വെളിപ്പെടുത്തി ലഭിച്ചിട്ടുള്ള ദൈവവചനത്തിൽ അടിയുറച്ചു വിശ്വസിക്കുക, അനുസരിക്കുക, പാലിക്കുക. അല്ലാതെ എല്ലായിടവും ഓടി നടന്ന് പുതിയത് കിട്ടാൻ വേണ്ടി വെളിപ്പെടുത്താൻ വേണ്ടിയും പുറകിനെങ്ങും നടക്കണ്ട. അത് ദൈവം മുദ്രയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. തമ്പുരാന്റെ പദ്ധതി അനുസരിച്ച് തക്ക സമയത്ത് അത് വെളിപ്പെടുത്തിക്കൊള്ളും. അതിനെ ഓർത്ത് നാം വിഷമിക്കുകയോ പണം മുടക്കുകയോ കാണുന്നിടത്തെല്ലാം പോയി മുട്ടുകുത്തി വീഴുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ലഭിക്കപ്പെട്ട തിരുവെഴുത്ത് പരിപൂർണമായി ആശ്രയിക്കുക, വിശ്വസിക്കുക, പാലിക്കുക. നമ്മുടെ ജീവിതവും കർത്താവിന്റെ വരവ് വരെ നമ്മുടെ തലമുറയുടെ ജീവിതവും അനുഗ്രഹമാകും. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. പലപ്പോഴും കേൾക്കാനുള്ളതും സംശയമുള്ളതും കിട്ടാനുള്ളതിനും പുറകെ ഓടി നമ്മുടെ ഇന്നിന്റെ സന്തോഷവും ആത്മീയതയും പ്രാർത്ഥനയ്ക്കുള്ള സമയവും ആരാധനയൊക്കെ നഷ്ടമാക്കുമ്പോൾ ലഭിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കരങ്ങളിൽ നമ്മുടെ ഭാഷയിൽ തന്നെ രചിക്കപ്പെട്ട് ലഭിക്കപ്പെട്ടത് എത്രത്തോളം വായിക്കുന്നു, ഉപയോഗിക്കുന്നു, വിശ്വസിക്കുന്നു, പാലിക്കുന്നു, അനുസരിക്കുന്നു. അതുകൊണ്ട് സ്വയം ശോധന ചെയ്ത് ഉത്തരം കണ്ടെത്തി പ്രാർത്ഥനയോടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഇന്ന് പകൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഒരുക്കട്ടെ. അതുകൊണ്ട് ലഭിക്കപ്പെട്ട ദൈവത്തിൽ മുറുകെ പിടിക്കുക, ആശ്രയിക്കുക, വിശ്വസിക്കുക, അനുസരിക്കുക. നിശ്ചയമായും എന്നെയും നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. ഈ പ്രഭാതത്തിൽ ചില വിഷയങ്ങളുടെ മധ്യേ ഭാരപ്പെട്ട് വേദനയോടെ വിഷമത്തോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ആ വിഷയത്തിന് മേലുള്ള ആലോചന എന്താണ് എന്ന് വിഷാദിച്ച് നിങ്ങൾ ദൈവദാസന്മാരുടെ പുറകെ, ലോക പ്രവാചകന്മാരുടെ പുറകെ ഓടുന്നവരാണോ? ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് 5 പ്രാവശ്യം അടുപ്പിച്ച് ആവർത്തിച്ചു വായിക്കണം.
പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ ഓട്ടം അവിടെ നിൽക്കും. എന്നിട്ട് വചനം വായിച്ച് ദൈവകൃപയിൽ ബലപ്പെട്ട് പ്രാർത്ഥനയോടെ മുന്നേറുവാൻ ഇടയാകും. അങ്ങനെ നമ്മുടെ ജീവിതം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ദൈവവചനത്താൽ നിറയട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ നമ്മുടെ യാത്രകൾ, ആവശ്യങ്ങൾ, പ്രാർത്ഥനകൾ, ശുശ്രൂഷകൾ, കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ, ഇതര ആവശ്യങ്ങൾ എല്ലാം തമ്പുരാൻ സാധ്യമാക്കി എല്ലാ നിലത്തിലും എല്ലാ മേഖലകളിലും അനുഗ്രഹമാക്കി തരട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനത്തെ പിറകിൽ എറിഞ്ഞു കളഞ്ഞിട്ട് വെളിപ്പെടുവാനുള്ളതിന്റെ പിന്നാലെ ഓടുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇന്ന് ഞങ്ങളോട് വളരെ ഹൃദ്യമായി സംസാരിച്ചുവല്ലോ. ലഭിക്കപ്പെട്ട ദൈവവചനത്തിൽ അടിയുറച്ചു വിശ്വസിക്കുവാൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് വിട്ട് പിന്മാറി ചോദ്യം ചെയ്യാതെ സംശയിക്കാതെ ദൈവവചനത്തിൽ പരിപൂർണമായി ആശ്രയിച്ചു നിൽപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. വചനത്തിൽ ആശ്രയിച്ച് പുത്തൻ കൃപയോടെ ജീവിപ്പാൻ അപ്പം ഞങ്ങളെ സഹായിക്കണം. എല്ലാ നന്മകളാലും നിറച്ചുകൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തിൽ ആശ്രയിക്കാം, വിശ്വസിക്കാം, അനുസരിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാവട്ടെ. ബാക്കിയുള്ളതൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം തക്ക സമയത്ത് വേണ്ട ആലോചന നൽകി എന്നെയും നിങ്ങളെയും പരിപാലിക്കും. ജീവജലത്തിന്റെ ശ്രോതാക്കളായ എല്ലാ സഹോദരങ്ങളെയും സർവശക്തനായ ദൈവം ഇന്നത്തെ ദിനം അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ വഴി നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.